അസ്സലാമലൈക്കും. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതേ നമുക്ക് ഇച്ചിരി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തേച്ച് വെക്കാം. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി കുറച്ചിടുള്ളൂ, പിള്ളേരുണ്ടായതുകൊണ്ടാണ്. അതുപോലെ പാകത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായി കുഴച്ച് വെക്കാം. നമുക്കിതൊരു എന്തായാലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടെങ്കിൽ എത്രയും വെക്കാം. ചുരുങ്ങിയത് ഒരു 10-15 മിനിറ്റെങ്കിലും സമയമില്ലെങ്കിൽ നമുക്ക് വെക്കണം. നന്നായി കുഴച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായി കുഴക്കാം. ഇത് നന്നായി കുഴച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞു വെക്കാം. അപ്പം അതിലേക്ക് നമ്മൾ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ 2 എണ്ണം എടുത്തോളൂ. സവാള ഇത്ര മതി, ഇച്ചിരിയല്ലേ ഉള്ളൂ ചെമ്മീൻ. അപ്പോൾ നമുക്കിത് നന്നാക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെമ്മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ആയി. അപ്പോൾ നമുക്കിനത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ചട്ടി ചൂടാവട്ടെ. ചട്ടി ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള നന്നായി ഒന്ന് അരിഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയാണ്. ഇച്ചിരി ഇട്ടാൽ മതി, കാരണം നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടല്ലോ. നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. സവാള ഒന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചും പച്ചമുളകും കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ അതിലിട്ടിട്ടുണ്ടല്ലോ. ഒരു പച്ചമുളക് ഞാനിപ്പോൾ എടുത്തുള്ളൂ. അപ്പം അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. മൂടി വെച്ചിട്ട് നമുക്ക് തീ കുറച്ചിട്ടിട്ടാണ് മൂടി വെച്ചിട്ട് നമുക്കിത് നോക്കാം. നമുക്കതൊന്ന് ഇളക്കി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കാം. നമ്മൾ മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും നമുക്ക്. അതെ, നമ്മളെ സവാളയും റെഡിയായി. ഇതിലേക്ക് നമ്മളിനി തേച്ച് വെച്ച ചെമ്മീൻ ചേർത്ത് വെക്കാം. ചെമ്മീനും ചേർത്ത് നന്നായി ഇളക്കാം. തീ കൂട്ടി വെച്ചതാ. ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കണമെന്നില്ല, പലതും പല ആയിരിക്കാം. ഞാൻ ഇവിടെ ഇതുപോലെ ആയിരിക്കണേ. നമുക്കിത് ചെമ്മീൻ വേകാനായിട്ട് മൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് പയ്യെ കുറച്ച് വെക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി വെക്കാം. ഇപ്പോഴേ നമ്മൾ ചെമ്മീനിൽ നിന്ന് നന്നായി വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം.
നല്ല മണം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെ ചെമ്മീൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിയില ഇടാം. അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകപ്പൊടി പൊടിച്ചിടാം. നന്നായിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ച് വരും. ഇപ്പോൾ ഇതേ നമ്മൾ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും എൻ്റെ രീതിക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.